നാലാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവർ വളരെ ഭയപ്പെട്ട് കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷത്തെ കുറിച്ച് വിവരിക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ്യ കാര്യങ്ങളെ കുറിച്ചോ സുവിശേഷങ്ങളെ കുറിച്ചോ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നില്ല. അല്പം നിമിഷം നമുക്ക് ബ്രേക്ക് വന്നല്ലോ. എങ്കിലും മർക്കോസ് എന്ന വ്യക്തി യേശു ക്രിസ്തുവിന്റെ അരുമ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ആളല്ല. പൗലോസിനോട് മിഷണറി പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന ഒരു ദൈവവൃത്യനാണ് മർക്കോസ്. അദ്ദേഹം തന്റെ റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന പ്രാരംഭ പുസ്തകം സുവിശേഷമാണ് എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ദൈവികമാകുന്ന ചില കാര്യങ്ങൾ, ചില ഉപമകൾ, ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 4-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അന്ന് സന്ധ്യയായപ്പോ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. തന്റെ വാക്കുകൾ വളരെ കൃത്യമായി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ 12 ശിഷ്യന്മാരും യേശുവുമായി ആ യാത്ര തുടരുകയാണ്. അവര് വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ് അക്കരയിലേക്ക് പോകുന്നത്. 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഗദര ദേശത്ത് എന്ന് എത്തിയെന്നാണ്. അപ്പൊ ഗദര ദേശത്തേക്കുള്ള യാത്രയിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, യേശു അവരുടെ പടകിലുണ്ട്, അവര് മുന്നോട്ട് പോകുന്നു. എന്നാൽ ആ പടകിൽ ഓളങ്ങൾ കൊണ്ടും തിരമാലകൾ കൊണ്ടും വലിയ പ്രതികൂലങ്ങൾ നേരിടുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട കാര്യം, ഓളങ്ങളും തിരമാലകളും ഒക്കെ യേശുവുള്ള വ്യക്തിയുടെ പടകിലേക്ക് ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ആഴമായി പഠിക്കുമ്പോൾ ആ കാര്യം യേശു ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, യേശു ആ പടകിൽ ഉറങ്ങുകയായിരുന്നു എന്നതും കൂടെ നാം ഒന്ന് തിരിച്ചറിയണം. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ ഉറക്കുന്നവരാകരുത്. നമ്മുടെ പടകിൽ യേശു എപ്പോഴും ഉണർന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ, എൻ്റെ ചിന്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് ഒരിക്കലും പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. മറ്റൊരർത്ഥം അവിടെ കാണുവാൻ കഴിയുന്നത്, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ കർത്താവ് അക്കരയിലേക്ക് പോകണം, നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുവാൻ പറഞ്ഞയച്ചവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ഓളങ്ങളോ തിരമാലകളോ അല്ലെങ്കിൽ ഈ ശക്തമായി ആഞ്ഞടിക്കുന്ന കാറ്റുകളോ എന്റെ പടകിനെ ആഴിയിലേക്ക് മുക്കിക്കളയുവാൻ വാക്ക് പറഞ്ഞവൻ, എന്നെ വിളിച്ചു പറഞ്ഞു വിട്ടവൻ, വിശ്വസ്തനായ കർത്താവ് കൂടെയുള്ള കാലത്തോളം ഈ പടകിന് ഒന്നും അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പേറിയ ഒരു വിശ്വാസം അവിടെ കാണേണ്ടതാണ്. എന്നാൽ അവരെ സംബന്ധിച്ച അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ അരുമനാഥനെ അവർ അവിശ്വസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിളിച്ചവൻ വിശ്വസ്തനാണ്, അന്ത്യത്തോളം വഴി നടത്തുവാൻ ശക്തനെന്ന് നാം അറിയുക. ഷിയാമിന്റെ പുസ്തകത്തിൽ എങ്ങനെ പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, പെരുവെള്ളങ്ങൾക്ക് അല്ലെങ്കിൽ പെരുവെള്ളത്തിന് നിന്നെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. ഏറെ വാഗ്ദത്തങ്ങളോടെ ഹല്ലേലൂയ കേട്ട് മുന്നോട്ട് പോകുന്ന ദൈവമക്കളായ നാം പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുകയല്ല, പ്രതികൂലങ്ങളെ കാണുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ധ്യാനിക്കുവാനും ആ വാഗ്ദത്തം കൊണ്ട് അതിനെ ജയിക്കുവാനും ഇടയാകട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, 4-ാം അധ്യായത്തിൽ
നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവുമായി സംസാരിക്കുന്ന തന്റെ ശിഷ്യന്മാർ യേശുവിനോട് ഉപമകളായി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയുന്നു. കർത്താവ് ഓരോ കാര്യങ്ങളും ഉപമകളായിട്ടാണ് പറയുന്നത്. എന്നാൽ അവര് തനിച്ചിരിക്കുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ തന്റെ അരിമ ശിഷ്യന്മാർ അടുക്കൽ ചെന്നിട്ട്, നാഥ, കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞ ആ വചനത്തിന്റെ അല്ലെങ്കിൽ ആ ഉപമകളൊന്നും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ പൊരുളുകൾ ഒന്ന് പറഞ്ഞു തരണമേ, ഒന്ന് വിശദീകരിക്കണമേ, ഒന്ന് ഞങ്ങളെ അറിയിക്കണമേ എന്ന് അവർ വളരെ വിനയത്തോടു കൂടി പറയുമ്പോൾ, മനുഷ്യർക്ക് ഇതുവരെ വെളിപ്പെടാത്ത ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പരിശുദ്ധനായ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയാകും. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഞാൻ വളരെ സ്നേഹത്തോടും വിനയത്തോടു കൂടി പറയട്ടെ, ദൈവസന്നിധിയിൽ ആര് ഉണർന്നിരിക്കുന്നോ, ആര് പ്രാർത്ഥിക്കുന്നോ, അവർക്കെല്ലാം അനുഗ്രഹങ്ങളും ദൈവിക മർമ്മങ്ങളും ഗ്രഹിക്കുവാൻ കഴിയും. അങ്ങനെ കർത്താവ് അവരെ ആത്മീക സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ കാണുവാൻ കഴിയുന്നത്, ഈ യാത്രയിൽ അവർ യേശുവിനെ സുഖമായി ഉറക്കുവാൻ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ യേശു ഉറങ്ങട്ടെ എന്ന് അവർ കരുതി. നമ്മുടെ പടകിൽ, നമ്മുടെ വിശ്വാസമാകുന്ന പടകിൽ യേശുവിനെ ഉറക്കുന്നവരായി തീരരുത് എന്ന് വളരെ സ്നേഹത്തോടുകൂടി പറയട്ടെ. യേശു ഉറങ്ങുന്ന പടകിലാണ് ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിക്കുവാൻ ഇടയാകുന്നത്. ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിക്ക്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. അവന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പ്രൈസ് ദി ലോർഡ് മറുപടി ലഭിക്കുവാനിടയാകും. അത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് കരയുന്ന, വിലപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. എന്നാൽ ദൈവത്തോട് ആലോചിക്കുന്ന ഭക്തനായ മോശയോട് സർവശക്തൻ പറയുന്നു, നിന്റെ കയ്യിൽ ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന, അതിനെ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്ന ഒരത്ഭുതത്തിന്റെ വടി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതികൂലത്തെ ഹല്ലേലൂയ കണ്ട് നീ ഭയപ്പെടേണ്ട. ആ പ്രതികൂലത്തിന് നേരെ നിന്റെ കയ്യിലിരിക്കുന്ന വടിയൊന്ന് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ ഹല്ലേലൂയ ചലനമില്ലാത്തതും അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ജീവനില്ലാത്തതുമാകുന്ന അവന്റെ കയ്യിലിരിക്കുന്ന വടിയെന്ന് ലോകം വിധി പറയുന്നുവെങ്കിലും പ്രൈസ് ദി ലോർഡ്, ആ വടി ദൈവാലോചന പ്രകാരം നീട്ടിപ്പിടിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ഒരു കിഴക്കൻ കാറ്റ് ആ കടലിനേരെ അടിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ കടലിലേക്ക് ആ കിഴക്കൻ കാറ്റ് അടിക്കുമ്പോൾ വെള്ളം രണ്ട് സൈഡിലേക്ക് മാറിപ്പോവുകയാണ്. ഈർപ്പം കൊണ്ട് ചെളിയായിരിക്കുന്ന ആ കടലിന്റെ അടിത്തട്ട് ഉണങ്ങുവാനിടയായി. ഇന്നത്തെ എന്റെ ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ നിലയിൽ എന്ന് പറഞ്ഞാൽ റബ്ബറൈസ്ഡ് ടാറിനേക്കാളും ബലവും ഉറപ്പുമുള്ള രീതിയിൽ ആ മണ്ണ് വെള്ളത്തിന്റെ ഗന്ധമെല്ലാം നഷ്ടപ്പെട്ട് നല്ല ഉറപ്പോടുകൂടി ഇസ്രായേൽ മക്കൾ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, നമ്മളിലുള്ള ദൈവകൃപയാകുന്ന നമ്മളുള്ള പ്രാർത്ഥന പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നതാണ്. ഏത് പ്രതികൂലവും പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ മുമ്പിൽ നിന്ന് ഇന്ന് പകൽക്കാലം നീങ്ങുമെന്ന് വളരെ ശക്തമായി പറയട്ടെ. ഹല്ലേലൂയ, ദൈവനാമം ഉണ്ടാകട്ടെ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രാർത്ഥനയുള്ള മനുഷ്യൻ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആ പേരോ പെരുമയോ പ്രാർത്ഥനക്കാരനെന്നോ ലോകം അറിയുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സധൈര്യം എവിടെയും നിൽക്കുവാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആ കാലങ്ങളിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന ജീവിതത്തെ കുറിച്ച് ആരും സാക്ഷ്യപ്പെടുത്തുന്നില്ല. ഒരു പ്രാർത്ഥനയുടെ വലിയ വ്യക്തിയാണെന്ന് ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും കാലങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന് നീതി വെളിപ്പെടുകയാണ്. അപ്പോസ്തലനായ യാക്കോബിലൂടെ ഹല്ലേലൂയ ദൈവം ലോകത്തോട് വെളിപ്പെടുത്തി, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെങ്കിലും അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നീണ്ട 3.5 വർഷം മഴ പെയ്യാതിരിക്കുവാൻ അവൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് രാജാവെന്നോ അല്ലെങ്കിൽ സ്തോത്രം പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ സ്തോത്രം ഏത് സ്ഥലമെന്നില്ല, ആരോടെന്നില്ല, ദൈവം തന്റെ ആലോചന അറിയിക്കുവാനുള്ള ധൈര്യം ഉണ്ടാക്കി അദ്ദേഹം ധൈര്യത്തോടെ
ധൈര്യത്തോടെ കടന്നു എന്ന് പറയാണ്, ഞാൻ സേവിക്കുന്ന ദൈവം ഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും വെയ്യത്തില്ല. തിരുവായ്ക്കെതിരുവായില്ലാത്തൊരു കാലഘട്ടം. രാജാവിന് അനുഷ്ഠം തോന്നിയാൽ എപ്പോൾ വേണേൽ ചിരാച്ഛേദം സംഭവിക്കാം, പടയാളികളെ കൊണ്ട് പിടിച്ച് കൊന്നുകളയാം. എന്നാൽ അതൊന്നും ഭയമില്ലാതെ നിർഭയമായി രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ പോലും നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കടന്നു വന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരായി തീരുക, ഒരു പ്രാർത്ഥനയുടെ പോരാളികളായി മാറുക എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആരും വില കൽപ്പിക്കുന്നില്ല. നാം പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ സൗഖ്യവും വിടുതലും ഒക്കെ ദൈവം നൽകിയിട്ട് നമ്മെ ആരും അംഗീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ എപ്പോഴും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ഒരിക്കലും ഭാരപ്പെടേണ്ട. അങ്ങയുടെ ദൈവദാസിയെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സർവശക്തനായ ദൈവം നീതിയോടെ ഒരു നാൾ സാക്ഷ്യം പറയുന്ന ഒരു സമയമുണ്ടാകും. ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കുന്നത് ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ. എന്നാൽ ഇവിടെ നാം ചിന്തിച്ച വേദഭാഗത്തിലേക്ക് വളരെ പെട്ടെന്ന് പറക്കാം. ഈ വലിയ അത്ഭുതം കാറ്റും കോളും പ്രതികൂലമായി വന്നപ്പോൾ അവർ യേശുവിനെ ഉണർത്തുവാനിടയായി. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും യേശുവിനെ ഉണർത്തുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ജീവിതത്തെ ഏറ്റവും വലിയ കാര്യം. പ്രതികൂലങ്ങളുടെ നടുവിൽ തനിച്ച് ചെയ്യാം, തന്റെ കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് വേദോസം നമ്മെ പഠിപ്പിക്കുന്ന സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകത്തിൽ ആരെല്ലാം ഊന്നിയോ അവരെല്ലാം പട്ടുപോകുവാനിടയായി. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഹല്ലേലൂയ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനിടയായി. ദൈവം നമ്മെ പഠിപ്പിക്കുന്നു, അവങ്കിലേക്ക് നോക്കർ പ്രകാശരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. ഒരു നാളും ലജ്ജിപ്പിക്കാതെ വണ്ണം വഴി നടത്തുവാൻ കഴിയുന്ന കരങ്ങളിൽ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ വഴി നടത്തുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ അവർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. യേശുവിനെ വിളിച്ചുണർത്തിയപ്പോൾ ഹല്ലേലൂയ യേശു എഴുന്നേറ്റു. കാറ്റും കോളുമൊക്കെ ഹല്ലേലൂയ ആ പടകിന് നേരെ വരുന്നു. ആ പടക് ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു എഴുന്നേറ്റ് കടലിനോട് അടങ്ങുവാൻ കൽപ്പിച്ചു, കാറ്റിനെ ശാന്തമാക്കി എന്ന് പറഞ്ഞാൽ ശാസിച്ചു. എവിടുന്ന് വന്ന് എവിടേക്ക് പോകുന്നു എന്നറിയാൻ വയ്യാത്ത അദൃശ്യമായ ശക്തിയായ കാറ്റിനെ പരിശുദ്ധനായ ദൈവം ശാസിക്കുവാനിടയായി. ഈ അദൃശ്യനായ ശക്തിയാണ് വെള്ളത്തിന്റെ മീതെ കാറ്റടിപ്പിച്ചിട്ട് ഓളങ്ങളായി വരുത്തുന്നത്. നാം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നമ്മുടെ നേരെ വരുന്ന പ്രതികൂലമാകുന്ന ഓളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ ഓളങ്ങളെ കൊണ്ടുവരുന്ന കാറ്റിനെ കാണുവാൻ കഴിയത്തില്ല. പലപ്പോഴും പല വിശ്വാസികളും ഓളങ്ങൾക്ക് നേരെ പ്രതികരിച്ച തകർന്നു പോകുന്നതായി കാണുവാൻ കഴിയുന്നു. എന്നാൽ അടിസ്ഥാന കാരണമായിരിക്കുന്ന ഓളങ്ങളെ കൊണ്ടുവരുന്ന അദൃശ്യ ശക്തിയായ കാറ്റിനെ കാണുവാൻ കഴിയുന്ന അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ, അവനറിയാം അവൻ എവിടുന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, ഇതിന്റെ മധ്യ എന്തെല്ലാം തകർത്ത് കളയുമെന്ന് അറിയാവുന്ന അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ. അവന്റെ ഹല്ലേലൂയ ജ്ഞാനദൃഷ്ടിയിൽ അത് കാണുവാനിടയായി. എന്നിട്ട് ആ കാറ്റിനെ അവൻ ശാസിക്കുവാനിടയായി. ഈ കാലങ്ങളിൽ പ്രതികൂലത്തിന്റെ കാറ്റുകളെ അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന പ്രതികൂലങ്ങൾ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം വലിയ പ്രതികൂലങ്ങളെ ശാസിക്കുവാൻ കഴിയാത്തതാണ് ആത്മീയ ജീവിതത്തിൽ ഈ കാലങ്ങളിൽ കടന്നു വരുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. വലിയ ബാനറിൽ നമ്മൾ കൊണ്ടുവരുന്ന പല സഭകളിലും സോഷ്യൽ മീഡിയ വഴി വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദൈവജനത്തെ നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും ഈ കാറ്റിനെ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. പ്രതികൂലങ്ങളെ കാണുന്നില്ല, എന്നാൽ ആ ഓളങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. ഓളങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്ന ദൈവ സഭകൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ, ദൈവദാസിമാർ എല്ലാവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അദൃശ്യനായ ആ ശത്രുവിനെ കണ്ട യേശു അതിനെ ശാസിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം നമുക്കെതിരെ കടന്നു വരുന്ന അദൃശ്യ ശക്തികളെ നമ്മൾ ശാസിക്കേണ്ട ആവശ്യമാണ്. അതിന് നമുക്ക് ഒരു വ്യക്തമായ വെളിപ്പാട് നമുക്ക് ആവശ്യമാണ്. ഈ അദൃശ്യ ശക്തികളെ കാണുവാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ നിയമ സുവിശേഷകരായിരിക്കുന്ന പുതിയ നിയമ കർത്താവിന്റെ പടയാളികളായിരിക്കുന്ന ശുശ്രൂഷകരായിരിക്കുന്ന ദേവദാസന്മാർക്ക് ഈ വലിയ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാം. എന്നിട്ട് യേശു എന്ത് ചെയ്യുന്നു?
പറയുന്നു, കടലിനോട് പറഞ്ഞു കാണുവാൻ കഴിയാവുന്ന ആ ഓളങ്ങളോട് പറഞ്ഞു അടങ്ങുവാൻ പറഞ്ഞു. ദൃശ്യമായതിനോട് അടങ്ങുവാൻ പറയും, അദൃശ്യമായതിനെ ശാസിക്കുകയും ചെയ്തപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഈ ശാന്തതയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ശിഷ്യന്മാർ തമ്മിൽ നോക്കി അവരിങ്ങനെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിയുന്നവൻ ഇവൻ ആർ? പ്രൈസ് ദി ലോർഡ്. ഇവൻ ആര് എന്ന ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ കാറ്റിനെ കടലിൽ ശാസിക്കുവാൻ കഴിയുന്ന ഇവൻ ആര് എന്ന പുതിയ നിയമസഭയാകുന്ന, പ്രൈസ് ദി ലോർഡ്, പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നാം യേശുവിനെ ഉള്ളതുപോലെ ഒന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. അതിപ്രധാനമായ കാര്യം, യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ പ്രൈസ് ദി ലോർഡ് ഒരു വിശ്വാസിയായി സഭാ മെമ്പറായി യാത്ര ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ യേശു ആരാണ്, എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, യേശുവിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു, യേശു ആരാണ്, എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്, അവന്റെ ശുശ്രൂഷ എന്താണ് എന്നൊക്കെ നാം ഒന്ന് മനസ്സിലാക്കണം. അത് പലർക്കും അറിയത്തില്ല. അവിടെയാണ് വലിയ പരാജയമായി. ഇവൻ ആര് എന്ന് നാം ചോദിക്കുമ്പോ, പ്രൈസ് ദി ലോർഡ്, സകല പ്രവാചകന്മാരും വിളിച്ചു പറയുന്നത് ഇവനെ കുറിച്ചാണ്. മോശ മുതല് സകല ന്യായപ്രമാണ പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞത് ഇവനാണ്. അതേ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞു, അനേക കഷ്ടങ്ങളോടെ കടന്നുപോയി പ്രൈസ് ദി ലോർഡ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതല്ലോ എന്ന് പ്രവാചകന്മാർ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയത്തില്ലയോ എന്ന് എമ്മോസിലേക്ക് യാത്ര ചെയ്ത രണ്ട് ശിഷ്യന്മാരെ അവൻ ഓർപ്പിക്കുന്നു. അവിടെ കണ്ണുകൾ തുറന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചത് കർത്താവാണല്ലോ. കർത്താവ് തിരുവെഴുത്തുകൾ അവരെ കുറിച്ച് ബോധ്യമായപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിഞ്ഞത്. അപ്പോ മോശ മുതൽ സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത് യേശു എന്ന ലോകത്തിന്റെ രക്ഷകനെ കുറിച്ചാണ്. പാപത്തിൽ നിന്ന്, മനുഷ്യന്റെ ശാപത്തിൽ നിന്ന് അവനെ വിടു നൽകി മരണാധികാരി പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന, മരണത്തെ തോൽപ്പിക്കുവാൻ കഴിയുന്നവനെന്ന് പറയുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നവൻ അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നവനാണ്. അത് ലേഖനകർത്താവായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയവനാണ്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, സർവശക്തനായ ദൈവം 3-ാം അധ്യായത്തിൽ പറയുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകളെ വെടിഞ്ഞ താണലോകത്തേക്ക് ഇറങ്ങി വന്ന 33 വർഷക്കാലം ഭൂമി ജീവിച്ചെങ്കിൽ ഹല്ലേലൂയ 3.5 വർഷക്കാലം ഏകദേശം 1200 പരം ഹല്ലേലൂയ മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രം ശുശ്രൂഷിച്ച തന്റെ ദൗത്യം നിറവേറി പ്രൈസ് ദി ലോർഡ് പിശാചിന്റെ തലയെ തകർത്ത് കളഞ്ഞുകൊണ്ട് അതേ പ്രവചനത്തിന് നിവൃത്തി ഹല്ലേലൂയ ഹരിച്ച കർത്താവ് പ്രൈസ് ദി ലോർഡ് മരണത്തിന് അധികാരിയായ പിശാചിന്റെ തലയെ തകർത്തവനാണ്. ഇവനെയാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് ദിവസം വരുമ്പോൾ അവൻ പറയുന്നു ഹല്ലേലൂയ, അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കലേക്ക് വീഴുന്ന യോഹന്നാനെയാണ് നാം കാണുവാൻ കഴിയുന്നത്. അവൻ ഭയപ്പെടുന്ന വിഷയമുണ്ട്. ഈ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൽ നിന്ന് എന്നെ ഒരിക്കലും പുറത്തു കൊണ്ടുവരുവാൻ ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. മരണം എന്റെ മുമ്പിൽ നിശ്ചയമാണ്. പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അവന്റെ ശിഷ്യനായി അവന്റെ ആജ്ഞയനുസരിച്ചുകൊണ്ട് അവന്റെ വേല ചെയ്യുന്ന ഞാൻ ഈ പത്മോസിൽ മരിച്ചില്ലാതാകുമെന്ന് വിചാരിക്കുമ്പോൾ യോഹന്നാനോട് പറയുന്നു, യോഹന്നാനേ, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ എന്നേക്ക് ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞാൽ നീ ഭയപ്പെടുന്ന വിഷയത്തെ അതിജീവിച്ചവനാണ്, അതിനെ തോൽപ്പിച്ചവനാണ്. നീ ഭയപ്പെടുന്ന മരണത്തിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്, ഞാനാണ് മരണത്തെ ജയിച്ചവനെന്ന് ഓർപ്പിക്കുകയാണ്. എന്ന് പകൽക്കാലം ഈ വചനം ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവനെയാണ് നാം തിരിച്ചറിയേണ്ടത്.
ഈ യേശുവിനെ തിരിച്ചറിയാതെ പോകുമ്പോൾ പലപ്പോഴും വലിയ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസ് ദി ലോർഡ് അല്ലെങ്കിൽ ഭക്തനായ പ്രവാചകനായിരിക്കെ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, ഈവൻ നമുക്ക് വേണ്ടി ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. 9-ാം അധ്യായം 6-ാം വാക്യമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് വരുന്ന നമ്മുടെ കർത്താവ് ആരാണ്? അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ആധിപത്യം അവന്റെ പക്കലാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ അവന്റെ വർത്തമാന കാലത്ത് അവൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെല്ലാം ജയിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നടത്തുവാൻ കഴിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതമന്ത്രിക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നാം ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം കൂടിയിരുന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണെന്ന് പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവനാരാണ്? അത്ഭുതമന്ത്രിയാണ്. ഹല്ലേലൂയ. ലോകത്തിലെ മന്ത്രിമാർ അവരെ കുറിച്ച് പറയുമ്പോൾ കോഴ വിഭാഗം മറ്റു വലിയ കാര്യങ്ങളുടെ എല്ലാം അവർ ഹല്ലേലൂയ പിടിക്കപ്പെട്ടവരാണ്. പലരുടെയും പേര് ഹല്ലേലൂയ എപ്പോഴും അപമാനിക്കപ്പെട്ട നിലയിൽ കാണുവാൻ കഴിയുന്നു. പലപ്പോഴും സാമ്പത്തിക ഇടപാട്, മറ്റു കാര്യങ്ങൾ, കുംഭകർണ കേസ്, മറ്റു കാര്യങ്ങളൊക്കെ ഈ ലോകത്തിലെ മന്ത്രിമാർ, മിനിസ്റ്റർമാർ, ഹല്ലേലൂയ രാജ്യത്തിന്റെ പ്രധാന വ്യക്തികളെല്ലാം കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കോടതികൾ മാറി മാറി വിസ്തരിക്കുന്നു. ജഡ്ജിമാർ ഹല്ലേലൂയ ഒരുപോലെ വിളിച്ചു പറയുന്നു, ഈ നീതിമാൻ ഇവൻ നീതിമാനാണ്, ഇവനിൽ യാതൊരു കുറവും കാണുവാൻ കഴിയുന്നില്ല. കോടതികൾ തെളിവ് സഹിതം പരിശോധിക്കുകയാണ്, എല്ലാരെ കൊണ്ട് വിസ്തരിക്കുകയാണ്. ആർക്കും യാതൊരു കുറ്റവും പറയുവാൻ കഴിയാത്ത ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. അവനാണ് നമ്മുടെ ദൈവം, അവനാണ് അത്ഭുതമന്ത്രി, അവനാണ് വീണ്ടെടുപ്പുകാരൻ. അവന്റെ പദ്ധതിയാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മത്തായി സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ ഫിലിപ്പിയിലെ കൈസരിൽ കൂടെ നടന്നു പോകുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് പലരും പല അഭിപ്രായം പറയുന്നു. നീ മോശയാണ്, ഏലിയാവാണ്, മറ്റു പ്രവാചകന്മാരാണ്, യോഹന്നാനാണ് എന്നൊക്കെ പറയുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിയതനായ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് പറയുവാനായ ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് നാം പ്രാപിക്കുന്നത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ മോശ മുതൽ സകല പ്രവാചകന്മാര് പറയുന്ന ഇസ്രായേൽ മുഴുവൻ ഒരുപോലെ തങ്ങളുടെ അടിമത്തത്തിൽ നിന്ന്, തങ്ങളുടെ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് തങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകനെ അവർ കാത്തിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ആരെങ്കിലും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നുവെങ്കിൽ അവരെല്ലാം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, തങ്ങളുടെ രക്ഷകനായി വരുന്നവൻ ഇവനായിരിക്കുന്ന വിളിച്ചു പറഞ്ഞുകൊണ്ട് പാടുന്ന ഒരു ഗായക സംഘത്തെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ജനന നേരത്ത് പ്രൈസ് ദി ലോർഡ് വഴിയമ്പലത്തിടയില്ലാതെ എവിടെയോ പ്രസവിക്കുന്നു. ആ സമയത്ത് ഒരു പാട്ടുകാരും അല്ലെങ്കിൽ ഒരു ഗായക സംഘവും യേശുവിന്റെ പാടി സ്തുതിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് വാഴ്ത്തി പാടുവാനില്ല. ഒരു വളരെ നിരാശയോടുകൂടി ദുഃഖത്തോടുകൂടി ഇത്രയും അപമാനിക്കപ്പെട്ട, ഇത്രയും നിന്ദനായിരിക്കുന്ന ഒരു പിതാവുണ്ടോ എന്ന് വ്യസനത്തോടുകൂടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ യോസഫ് വ്യസനത്തോട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗീയ സംഘം പാട്ടുപാടുകയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട്, ഭൂമിയിൽ സന്മസുള്ള ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഗായക സംഘം യേശുവിനെ കുറിച്ച് പാടുന്നതായി കാണുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവനാണ് അത്ഭുതമന്ത്രി, ഇവനാണ് വീണ്ടെടുപ്പുകാരൻ, ഇവനാണ് രക്ഷകൻ, ലോകത്തിന് രക്ഷകൻ. ഇവനെയാണ് നാം തിരിച്ചറിയേണ്ടത്. പത്രോസ് തിരിച്ചറിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ദൈവികമാകുന്ന അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പ്രാപിക്കുവാൻ കഴിയുന്നു. അതേ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ പത്രോസിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്റെ സമയം
പണിയാണ്. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. യേശു ക്രിസ്തു പണിയുന്ന സഭയെ പാതാളത്തിന്റെ ഗോപുരം ജയിക്കയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. പാതാളത്തിന്റെ ഗോപുരം എത്ര ശക്തമാണെങ്കിലും ജയിക്കാൻ കഴിയാതെ വണ്ണം സർവശക്തനായ ദൈവമാണ് അത് പണിയുന്നെന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, നീ ഭൂമി സ്വർഗ്ഗത്തിൽ കടപെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗ്ഗത്തിൽ അഴിയപ്പെടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ അറിവ് ഉണ്ടാകുന്തോറും നമുക്ക് ദൈവകൃപ അധികമായി ലഭിക്കുകയാണ്, ശുശ്രൂഷ അധികമായി ലഭിക്കുകയാണ്. കെട്ടുവാനും അഴിക്കുവാനും എന്ന് പറഞ്ഞാൽ പാമ്പിനെ, തേളിനെ, ശത്രു സകലത്തെ ചവിട്ടുവാനുള്ള അധികാരം നാം പ്രാപിക്കുകയാണ്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, യേശുവിനെ അറിയുന്ന വ്യക്തിക്ക് പാമ്പിന്റെ മേൽ ചവിട്ടുവാൻ അല്ലെങ്കിൽ തേളിന്റെ മേൽ ചവിട്ടുവാൻ, പ്രതികൂലങ്ങളെ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ കടന്നു വരുന്ന ദുഷ്ടനെ ബന്ധിക്കുവാൻ, അവനെ നിരോധിക്കുവാനുള്ള അധികാരം നിനക്ക് പ്രാപിച്ചിട്ടുണ്ട്. കാരണം ഈ കർത്താവ് അത്ഭുത മന്ത്രിയാണ്, ഇവന് പ്രവർത്തിക്കുവാൻ കഴിയാത്തതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പുതിയ നിയമ വിശ്വാസികളായ പ്രൈസ് ദി ലോർഡ്, പുതിയ നിയമ ഹല്ലേലൂയ ശുശ്രൂഷകരായിരിക്കുന്ന എന്ന് ഇന്ന് പകൽക്കാലം വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. യേശുവിന്റെ ജീവിതകാലത്ത് പ്രൈസ് ദി ലോർഡ്, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ കാനാവിൽ അടയാളങ്ങൾ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ വീട്ടിൽ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നാണ്. എന്നാൽ വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ, 66 പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ, പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടയാളങ്ങൾ ആരംഭമായി കർത്താവ് ചെയ്തു തുടങ്ങി, നിർത്തിയതായി ഒരിടത്തും എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും യേശു ചെയ്ത ഈ അത്ഭുത മന്ത്രി ചെയ്ത അത്ഭുതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഈ അനന്യനായ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ അനന്യനായ ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ അനന്യനായ ദൈവത്തിന്റെ ശിഷ്യന്മാരായി ഈ അനന്യനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലോകത്തിൽ ഒരു ഭാഗ്യം ലഭിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. കാനാവിൽ കല്യാണ വീട്ടിൽ തുടങ്ങിയ അത്ഭുതം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വർത്തമാനകാലത്ത് നടക്കുന്നു. ഇനിയുള്ള കാലം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ തലമുറയുടെ കാലത്തും ഈ അത്ഭുതം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഒരിക്കലും അത് മടങ്ങി പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ 2-ാമത്തെ വരവരെയും വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ള കാലം വരെയും കർത്താവിനെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന എല്ലാ ആവശ്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. നമുക്ക് പ്രാരംഭമായി അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്തോടെ നമുക്ക് പെട്ടെന്ന് വരാം. എന്ന് പറഞ്ഞാൽ വെള്ളത്തെ വീഞ്ഞാക്കുന്ന ആ പ്രത്യേക ചുറ്റുപാട് സാഗരം അറിയാമല്ലോ. വളരെ വ്യക്തമായ കല്യാണം നടത്തുന്ന വ്യക്തി, എന്നാൽ തന്റെ എല്ലാ ഓർഡറും തെറ്റിപ്പോയി, തന്റെ പദ്ധതികളെല്ലാം തെറ്റിപ്പോയി. പ്രിയ സ്നേഹിത, ഞാൻ വളരെ വിനയത്തോടു കൂടി പറയട്ടെ, നമ്മുടെ നാട്ടിൽ കല്യാണം നടത്തുമ്പോൾ നമുക്കറിയാം, വളരെ കൃത്യമായി ആലോചിച്ച് ഉറപ്പുവരുത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വിവരിക്കാനും കുറച്ച് സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ കണക്ക് ഇവിടെ വ്യക്തി തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയെന്നാണ്. പ്രിയ സ്നേഹിത, നിന്റെ കണക്കൂട്ട് തെറ്റിപ്പോനിടയാകും, നമ്മുടെ കണക്കൂട്ട് തെറ്റിപ്പോനിടയാകും. എന്നാൽ കണക്കൂട്ട് തെറ്റുന്നിടത്ത് കർത്താവുണ്ടോ അവിടെയെല്ലാം പരിഹരിക്കപ്പെടുവാനിടയാകും. ആ വീട്ടിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് കർത്താവ് അവിടെ ഉണ്ടായിരുന്നു കൊണ്ടാണ്. ആ വീട്ടുകാരന്റെ എല്ലാ കണക്കൂട്ട് തെറ്റിപ്പോയി. നാട്ടുകാരെല്ലാം വിളിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അതിനുള്ള എല്ലാം കരുതി വെച്ചിട്ടാണെങ്കിലും അവിടെ തെറ്റിപ്പോയി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ വലിയ പ്ലാനോടുകൂടിയാണെങ്കിലും അതെല്ലാം തെറ്റുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ടോ നാം അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു ഉണ്ടായിരുന്നു കൊണ്ട് ആ വീട്ടിൽ വീഞ്ഞ് ഹല്ലേലൂയ ഇല്ലായി വന്നപ്പോഴും പരിഹരിക്കപ്പെടുന്നു. ആ വീട്ടിലെ വ്യക്തി മാനിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ കഴിക്കുന്നവരെല്ലാം പറയുന്നു, എല്ലാവരും പുതിയ മേൽത്തരമായ വീഞ്ഞ് ആദ്യം കൊടുത്തിട്ട് അവസാനം എളുപ്പമായി എടുക്കുന്നു, നീയോ ഇതുവരെയും അത് സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് പറഞ്ഞാൽ
യേശുവിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ നിനക്ക് മാന്യത ലഭിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുകയാണ്, നീ എല്ലാവരും പ്രശംസിക്കപ്പെടുവാനിടയാം. കാരണം യേശുവിന് നീ സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ വീഞ്ഞ് സൂക്ഷിക്കുന്ന തുരുത്തിയിലാണ്. എന്നാൽ ആ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവിടുത്തെ കലവറക്കാരൻ അല്ലെങ്കിൽ യേശുവിന്റെ വാക്ക് കേട്ടിട്ട് യേശു പറയുക കലവറക്കാരന്റെ സ്നേഹിത, ഈ നാട്ടിൽ എവിടെയെല്ലാം തുരുത്തിയുണ്ടോ അതെല്ലാം ശേഖരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞില്ല. നിന്റെ ബുദ്ധിക്കും എന്റെ ബുദ്ധിക്കും അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. മനുഷ്യന്റെ വിചാരങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിചാരവും തമ്മിൽ വളരെ അകലമുണ്ടെന്ന് അനന്തരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു വേദോസ്തവ അടിസ്ഥാന പ്രകാരം. എന്നാൽ യേശു കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് നാം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. പലരും പല കാഴ്ചപ്പാട്, ആ ദേവദാസൻ ഈ വചനമെടുത്ത് ഇങ്ങനെയാണല്ലോ ശുശ്രൂഷിച്ച് അതുകൊണ്ട് ഇതുപോലെ അത് ഇങ്ങനെ അവസാനിക്കും എന്നൊന്ന് വിചാരിക്കേണ്ട. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോകട്ടെ. മാനുഷിക ബുദ്ധി നമുക്ക് അബലമാക്കി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എടുക്കാം. കർത്താവരോട് പറഞ്ഞു, അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടോ വീഞ്ഞാകട്ടോ ഒന്നും കൽപ്പിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞില്ല. കയ്യിൽ ഹല്ലേലൂയ അവരോട് പറഞ്ഞു കോരിക്കൊണ്ട് കൊടുക്കാൻ. ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് വീഞ്ഞു കുടിക്കുവാനായി കയ്യിൽ വെള്ളം കോരിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് കൊടുക്കാൻ പറഞ്ഞ്? വീഞ്ഞെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അവർ വെള്ളവുമായി കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളം വീഞ്ഞായി മാറുകയാണ്. വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയാകും. കാരണം ഇവൻ അത്ഭുത മന്ത്രിയാണ്. 3 കാര്യമാണ് സംഭവിച്ചത്. വെള്ളത്തിന്റെ ഗന്ധം മാറി, ടേസ്റ്റ് മാറി, ഹല്ലേലൂയ സ്തോത്രം, കളർ മാറുവാനിടയായി. വെള്ളത്തിന് പ്രത്യേക കളറില്ല, പ്രൈസ് ദി ലോർഡ് പ്രത്യേക മണമില്ല, പ്രൈസ് ദി ലോർഡ് പ്രത്യേക രുചിയില്ല. എന്നാൽ ഈ 3 കാര്യം സംഭവിച്ചു. എന്റെ അരുമനാഥനായ കർത്താവിന്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഈ 2026 വലിയൊരു അത്ഭുതം നടക്കുവാനിടയാകും. കർത്താവ് ബഹുമാനിയ ദൈവദാസൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പാസ്റ്ററുടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകട്ടെ. തങ്ങളുടെ മിനിസ്ട്രിയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ത്യയുടെ മണ്ണിൽ നിങ്ങൾക്ക് സ്വന്തമായി പ്രൈസ് ദി ലോർഡ് ഈ 2026 ആലയത്തുള്ള കാര്യങ്ങൾ ദൈവാത്മാ ക്രമീകരിക്കും. സെരുബ്ബാബേലിൽ നിന്നുള്ള മഹാപർവ്വതത്തെ നീക്കി ഇടിച്ചു കളഞ്ഞിട്ട് ആലയം പണിതുപോലെ ദൈവാത്മാവ് ചില ആലയത്തിന്റെ അടിസ്ഥാന കല്ലുകൾ ഇട്ടുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുന്ന ഇന്ന് പൽക്കാലം അറിഞ്ഞുകൊള്ളുക. ദൈവം തന്റെ മഹത്വത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുന്നവനാണ്. വിശ്വസിക്കുക, നിന്റെ കൈകൾ കൊണ്ട് തന്നെ ദൈവം ചില അത്ഭുതം ചെയ്യും. പ്രൈസലോ. ആര് പണിയുവാൻ മുന്നോട്ട് വന്നോ അവനെ കൊണ്ട് തന്നെ പണിയിപ്പിക്കുന്നതാണ് ദൈവം. സെരുബ്ബാബേലിന്റെ കൈകൾ കൊണ്ട് അടിസ്ഥാനമിട്ടത് മറ്റൊരാളെ കൊണ്ട് പണിയിപ്പിച്ചതല്ല. ഈ മിനിസ്ട്രി ആരംഭിക്കുന്ന ദൈവത്തിന് അങ്ങയിൽ അഭിഷേക ദൈവദാസനെ അങ്ങയെ കൊണ്ട് തന്നെ ചില ആലയത്തിന് അടിസ്ഥാനമിട്ടുകൊണ്ട് അല്ലെങ്കിൽ കൃപ എന്ന് പണിയിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം സേവിക്കുന്നത്. മനസ്സിലാക്കി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക, വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കരങ്ങളിലൂടെ തന്നെ നടക്കുവാനിടയാകും. ആ വെള്ളത്തിന് 3 അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഇവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവനാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശുശ്രൂഷകരായിരിക്കുന്ന ദൈവദാസന്മാർ യേശുവിന്റെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ജനത്തോട് പറയുന്നു, വിശന്നു വന്ന ജനത്തോട് പറയുന്നു, പന്തി പന്തിയായിരുത്തുവാൻ പറയുന്നു. അവരുടെ കണ്ണുകളുടെ കാഴ്ച വലിയൊരു മങ്ങിയിട്ടില്ല. അവർക്കൊരു കാര്യം കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. 5 അപ്പവും 2 മീനും മാത്രമേ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുള്ളൂ. ഹല്ലേലൂയ. അത് പ്രൈസ് ദി ലോർഡ് കൊട്ടകളിലേക്ക് അവരെടുക്കുകയാണ്. എന്നിട്ട് ആ കൊട്ടയിൽ നിന്ന് അവരെന്ത് ചെയ്തറിയാമോ? കൊണ്ട് കൊടുക്കുകയാണ്. വിശ്വാസത്തോടെ അവർ കൊടുക്കുന്തോറും അവരുടെ പാത്രങ്ങൾ നിറയുകയാണ്. ഇന്ന് പൽക്കാലം മനസ്സിലാക്കിക്കോണം, ഇവൻ അത്ഭുത മന്ത്രിയാണ്. 5000-ഓളം ആൾക്കാർ തിന്ന് തൃപ്തരാവിക്കുന്നതായി നമുക്ക് ഒരിടത്ത് കാണുവാൻ കഴിയുന്നു. മറ്റൊരു സ്ഥലത്ത് 4000-ഓളം പേര്, സ്ത്രീകളെ കുട്ടികളെ കൂടാതെയാണ് കേട്ടോ. ദൈവത്തിലെ ഇവിടെ നാം മനസ്സിലാക്കണം, വിശ്വാസത്തോടുകൂടി നീ കൊടുക്കുമ്പോൾ നിന്റെ പാത്രം നിറയുവാനിടയാകും. ദൈവനാമത്തിന് വേണ്ടി നീ ചെലവിടുമ്പോൾ നിന്റെ പാത്രം നിറയുവാനിടയാകും. ദൈവനാമത്തിന് വേണ്ടി നിന്റെ പേഴ്സിൽ നിന്ന് എടുത്ത് നീ കൊടുക്കുമ്പോൾ നിന്റെ പേഴ്സിനെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരുവരുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇവിടെ ആ കൊട്ട നിറയുകയാണ്. കഴിച്ചവരെല്ലാം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് തിന്നു തൃപ്തി പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ വേല വിശ്വസ്തയോടുകൂടി ഭയമില്ലാതെ ലജ്ജ കൂടാതെ ഹല്ലേലൂയ എല്ലാവരെയും വിരുത്തി ശുശ്രൂഷിച്ച തന്റെ ഭൃത്യന്മാർക്ക് വേണ്ടി ഒരു കൊട്ട
കർത്താവ് ശേഷിപ്പിക്കുന്ന കാണുവാൻ കഴിയുന്നു. ഞാൻ എന്റെ ചിന്തയാണ് പറയുന്നത്. എന്റെ ചിന്തയെ ദൈവാലോചനയായിട്ട് എടുക്കണമെന്നില്ല. എന്നാൽ അതിനെ നിങ്ങൾ എത്രത്തോളം അംഗീകരിക്കുന്ന എനിക്കറിയത്തില്ല. ഒരു കൊട്ട അവന് കൊടുക്കുകയാണ്, തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയായി. ഭാര്യമാരും ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ള ഓരോ കുടുംബത്തിന് ആവശ്യമുള്ളത്, നീ കർത്താവിന്റെ വില ചെയ്യുമ്പോ നിന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബ പട്ടിണിയാ ദൈവം അനുവദിക്കത്തില്ല. വന്നവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിൽ നിന്റെ കുടുംബത്തിന് മുഴുവനായി അല്ലെങ്കിൽ കരുതുന്ന ഒരു ദൈവമാണ് ഇവൻ. ഭക്ഷണ പദാർത്ഥത്തിൽ അത്ഭുതം ചെയ്ത ദൈവമാണ്. ജാനാരികം അവിടെ വിവിധമാണ്. ജാനാരികമോട് നീതിമാന്റെ കുഞ്ഞുങ്ങൾ അപ്പമരുന്നൻ കണ്ടിട്ടില്ല എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുമ്പോൾ അത് ദൈവം പഠിപ്പിക്കുന്നു. നിനക്ക് വേണ്ടിയുള്ള ദൈവം കരുതിയിട്ടുണ്ട്. അത് ഇവൻ ഭക്ഷണ പദാർത്ഥം അത്ഭുതം ചെയ്തിരിക്കുന്ന ദൈവമാണ്. നാലാമത്തെ നാം വായിക്കുന്നു, ഇവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. കാറ്റിനെയും കടലെയും ഇവൻ ശാന്തമാക്കുകയാണ്. പ്രകൃതിയുടെ അധികാരമുണ്ട്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഇവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. തിരുവഴുത്തിന്റെ പലയിടങ്ങളിലും റെഫറൻസ് വായിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ലാത്തത് കൊണ്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കുകയാണ്. 38 വർഷം രോഗിയായി കിടക്കുന്നവന്റെ അടുക്ക് കുളക്കരയിലേക്ക് ചെല്ലുന്നു. വർഷങ്ങൾ എത്രയായിക്കൊള്ളട്ടെ, യേശു അവനെ സൗഖ്യമാക്കിയാണ്. അവൻ ആരോഗ്യ രോഗശാന്തി നൽകുന്നവരാണ്. അവന് പറയാണ്, നിന്റെ കിടക്കയും എടുത്തു നടക്കാൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രോഗമത്ര പഴകിയതാണെന്നോ ഏത് വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും കുറവില്ലെന്ന ആ രക്തസ്രാവ സ്ത്രീ പറയുന്നുവെങ്കിൽ, ഡോക്ടർമാരുടെ കഴിവിനപ്പുറം നോക്കിയിട്ടും സൗഖ്യമാക്കുവാൻ കഴിയാത്തത് സൗഖ്യമാക്കുവാൻ കഴിയുന്ന രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗിയെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ. മർക്കോസ് സുവിശേഷം വായിക്കുന്നു, 4 ആൾ ചുമന്നുകൊണ്ട് ഒരുവനെ കടന്നു വരികയാണ്. എന്നാൽ അവിടെയും അവനോട് കിടക്കയും എടുത്തുകൊണ്ട് പക്ഷവാതം, സ്ട്രോക്ക് വന്നവൻ, മെഡിക്കലായി തളർന്നു വീണവൻ, 38 വർഷം മെഡിക്കൽ, ഇവിടെ ന്യൂറോയുടെ പ്രശ്നം, മറ്റൊരു സ്ഥലത്ത് രക്തസ്രാവം, ജൈനക്കര വിഷയം, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ശരീരത്തിൽ ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് രോഗത്തെ Praise the Lord.